പ്രിയപ്പെട്ടവരെ, കുറച്ച് നാളായി സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അന്യഗ്രഹ ജീവികൾ. കഴിഞ്ഞ ദിവസം ഇതിനോടുള്ള ബന്ധത്തിൽ നോബൽ പ്രൈസിന് നോമിനേറ്റ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞതായിരിക്കുന്ന കാര്യവും വൈറലായിക്കൊണ്ടിരിക്കുക. പലപ്പോഴും നാസ അതുപോലെ മറ്റ് ബഹിരാകാശ ഏജൻസികൾ അവരൊക്കെയും അതിൽ പല സയൻറ്റിസ്റ്റുമാരും അന്യഗ്രഹ ജീവികൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും അവ മനുഷ്യരറിയാതെ ചില സ്ഥലങ്ങളിൽ താമസിക്കുന്നുവെന്നും അതുമാത്രമല്ല ചിലർ മനുഷ്യരുടെ വേഷം കെട്ടി നടക്കുന്നുണ്ടെന്നും അങ്ങനെ നിരവധിയായിരിക്കുന്ന കാര്യങ്ങൾ ഇന്ന് വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടുന്നതായി നാം കാണുന്നുണ്ട്. പ്രമുഖ ചാനലുകൾ, നാം ആശ്രയിക്കുന്ന സത്യസന്ധമായ നേരോടെ നിർഭയം എന്നൊക്കെ പറയുന്ന പല ന്യൂസ് ചാനലുകളിലും വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകളും അന്യഗ്രഹജീവികളെക്കുറിച്ചുള്ള ചില കാര്യങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി ഞാൻ എടുക്കുന്നത് യഥാർത്ഥത്തിൽ അന്യഗ്രഹജീവികളുണ്ടോ? ദൈവവചനമായിരിക്കുന്ന ബൈബിൾ അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? ഞാൻ പുനർജന്മത്തെക്കുറിച്ചുള്ള TV ചർച്ചകൾ കാണാൻ ഒരിക്കലിടയായി. ബൈബിൾ വായിച്ച് ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യനെക്കുറിച്ചും ദൈവത്തിൻ്റെ കഴിവുകളെക്കുറിച്ചും ആത്മീയ ഗ്രന്ഥമായ ബൈബിളിൽ പകർന്നു തന്നിരിക്കുന്ന മനുഷ്യന് തൻ്റെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ തെളിയിക്കപ്പെടാത്തതായിരിക്കുന്ന അനേക കാര്യങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന അനേക കാര്യങ്ങളും മനസ്സിലായപ്പോൾ എനിക്ക് ആദ്യം വലിയ തമാശയാണ് തോന്നിയത് ആ പുനർജന്മത്തെക്കുറിച്ചുള്ള ചർച്ചകൾ മുന്നോട്ട് പോകുന്നത് കണ്ടപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, ദൈവവചനം അറിയുന്ന ഒരു ആൾ പോലും ആ ചർച്ചയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുമില്ല. ഈ പറയുന്നവരൊക്കെയും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് വലിയ അറിവുള്ളവരെ പോലെ അനുഭവങ്ങളിൽ നിന്ന് ചിലത് പറയുകയാണ്. എനിക്കന്ന് അവരോട് പരിഹാസമാണ് തോന്നിയതെങ്കിൽ ഇപ്പോഴെനിക്ക് അത്തരം പരാമർശങ്ങൾ നടത്തുന്നവരോട് സത്യത്തിൽ സഹതാപമാണുള്ളത്. ബൈബിൾ ഒരു ആത്മീയ ഗ്രന്ഥമാണ്, അതൊരു ശാസ്ത്രഗ്രന്ഥമല്ല. ദൈവം ആരെന്നും ദൈവത്തിൻ്റെ സൃഷ്ടികൾ എന്തെല്ലാമെന്നും മനുഷ്യനുള്ള പ്രത്യേകത എന്തെന്നും മനുഷ്യനെങ്ങനെ പാപം ചെയ്തുവെന്നും പാപത്തിൻ്റെ മോചനം എങ്ങനെ ദൈവം ഒരുക്കിയെന്നും ദൈവത്തിൻ്റെ സ്നേഹം മനുഷ്യൻ്റെ മേലെ എങ്ങനെ പ്രകടമായെന്നും അത് മനുഷ്യനെങ്ങനെ സ്വീകരിക്കാൻ കഴിയുമെന്നും മനുഷ്യൻ എന്തിനു വേണ്ടിയാണ് എങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടതെന്നും ഒക്കെ മനസ്സിലാക്കുവാൻ ദൈവവചനം നമ്മെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, സഹായിക്കുന്നുണ്ട്. ഒരു കാര്യം പ്രാരംഭമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു എറ്റേണൽ പെർസ്പെക്റ്റീവിലാണ്. നിത്യമായ
പല കാര്യങ്ങൾക്കും യോഗ്യനാകേണ്ട, അതല്ലെങ്കിൽ അതനുഭവിക്കേണ്ട ദൈവമായുള്ളൊരു ഫെല്ലോഷിപ്പിലേക്കാണ് മനുഷ്യനെ സൃഷ്ടിച്ചതെന്ന് ദൈവവചനം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാരണം സകലത്തെയും തൻ്റെ വാക്കിനാൽ സൃഷ്ടിച്ചിട്ട് മനുഷ്യനെ മാത്രം തൻ്റെ കൈകളാൽ എന്ന് പറയുന്ന തന്നെ മാസ്റ്റർ ടച്ചോടുകൂടെ നിർമ്മിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. ഞാൻ പലപ്പോഴും ചിന്തിച്ചു, പലപ്പോഴും ശാസ്ത്രജ്ഞന്മാർക്കും ബുദ്ധിമാന്മാരെന്ന് സ്വയം അഹങ്കരിക്കുന്നവർക്കും അവർ പറയുന്നതായ കാര്യങ്ങൾ വലിയ കണ്ടെത്തലുകളെ പോലെ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുമ്പോൾ എനിക്ക് അവരുടെ ബുദ്ധിയുടെ അല്ലെങ്കിൽ അവരുടെ വിവേകത്തിൻ്റെ അല്ലെങ്കിൽ അവരുടെ മനനത്തിൻ്റെ അഭാവവും ലിമിറ്റഡ് ആയിരിക്കുന്ന അവസ്ഥയും ഓർത്ത് എനിക്ക് ദുഃഖം തോന്നാറുണ്ട്. ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് ജീവനുള്ള വസ്തുക്കളെ മൂന്നായി തരംതിരിക്കുവാൻ കഴിയും. ഒന്ന്, ദൈവത്തിൻ്റെ വചനം കൃത്യമായി പറയുന്നു, ദൈവം ആത്മാവാകുന്നു എന്ന്. ഗോഡ് ഈസ് സ്പിരിറ്റ്. ദൈവം ആത്മാവാകുന്നു. നാം പിന്നെ വായിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവം മാത്രമല്ല ആത്മാവ്. ദൈവം സൃഷ്ടിച്ച ദൂതന്മാർ, മാലാഖമാർ, വീണുപോയ മാലാഖമാരായിരിക്കുന്ന പിശാചും അവൻ്റെ അനുയായികളും, ഈവിൾ സ്പിരിറ്റ്സ്, അവരും ആത്മാക്കളാണ്, ആത്മജീവികൾ. അടുത്തതായി, മനുഷ്യൻ ആത്മാവുള്ള ഒരു ജീവിയാണെന്ന് ദൈവത്തിൻ്റെ വചനമായ ബൈബിൾ നിരവധി സ്ഥലങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളുണ്ട് എന്നും ദൈവത്തിൻ്റെ തിരുവചനത്തിന് ഈ 3 മേഖലകളിലെയും കടന്നു എന്ന് അതിലെ കാര്യങ്ങളെ മനസ്സിലാക്കുവാനും സൗഖ്യമാക്കുവാനും കഴിവുണ്ട് എന്നും എബ്രായ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പലയിടത്തും ആത്മീയൻ എന്ന പദവും ജഡികൻ എന്ന പദവും ബൈബിളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അടുത്തതായിരിക്കുന്ന കാര്യമെന്ന് പറയുന്നത്, ആത്മാവില്ലാത്ത ശരീരം മാത്രമുള്ള, അതിന് ജീവിക്കുവാനായിട്ട് ദൈവം സൃഷ്ടിച്ചപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു ഓഫീസ്, മനസ്സ്, അതുള്ളതായിരിക്കുന്ന ജീവജാലങ്ങൾ, അതിൽ സസ്യങ്ങളും അതിൽ ജന്തുക്കളും അതിൽ ഇഴജീവികളും അതിൽ പറവകളും പുഴുക്കളും എല്ലാം പെടും. ഞാൻ പറഞ്ഞു വന്നത്, ദൈവം ആത്മാവാകുന്നു. വീണുപോയ ഏഞ്ചൽസ് അശുദ്ധാത്മാക്കളായിട്ട് ഉണ്ട്. മാത്രമല്ല, ദൈവത്തിൻ്റെ ദൂതുവാഹികളായ മാലാഖമാരുണ്ട്. അടുത്ത കാറ്റഗറിയിൽ വരുന്നത് ശരീരവും ആത്മാവുമുള്ള, ദൈവം പ്രത്യേകമായ ഉദ്ദേശത്തോടുകൂടി സൃഷ്ടിച്ച മനുഷ്യൻ. അതിനടുത്തത്, ദൈവം ഈ ഭൂമിയിൽ മനുഷ്യരുടെ നിലനിൽപ്പിനും ഒരു ഇക്കോസിസ്റ്റം ഉണ്ടാകുവാനും മനുഷ്യന് ജീവിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെയും ഒരുക്കപ്പെടുവാനും ദൈവത്തിൻ്റെ പദ്ധതിയിൽപ്പെട്ട ജീവജാലങ്ങൾ മനുഷ്യന് ഭക്ഷണമായിട്ടും മനുഷ്യന് പലവിധത്തിൽ ഉപയോഗിക്കാൻ കഴിയുന്ന പലവിധ ജീവികളായിട്ടും മനുഷ്യന് വേണ്ടി സപ്പോർട്ടീവായിട്ട് നൽകപ്പെട്ട ജീവികൾ.
അപ്പോൾ ഒന്നാമത്തെ എൻ്റെ ചോദ്യം, അന്യഗ്രഹ ജീവികൾ ഉണ്ടോ? അതാണല്ലോ ഒളിഞ്ഞും തെളിഞ്ഞും പല മീഡിയകളിലൂടെയും പുറത്തു വരുന്ന കാര്യം. വലിയ കണ്ടുപിടുത്തം പോലെ പലരും പറയുന്നത്. ഒരു കാര്യം ഉറപ്പാണ്, കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു. താൻ കാൽവരി ക്രൂശിലെ മരണത്തോട് അടുക്കുമ്പോൾ യേശു പറഞ്ഞൊരു കാര്യമുണ്ട്. ശിഷ്യന്മാരോടാണ് യേശു ഇങ്ങനെ പറഞ്ഞത്. യേശു പറഞ്ഞത്, എൻ്റെ പിതാവിൻ്റെ അടുത്ത് നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, എന്നിൽ വിശ്വസിപ്പിൻ, എൻ്റെ പിതാവിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് ഒരുക്കുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരുക്കാൻ ഞാൻ പോകുന്നു. അത് ഒരുക്കിക്കഴിഞ്ഞാൽ ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകും. ഇതാണ് യേശു ശിഷ്യന്മാരോട് പറഞ്ഞത്. അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ അത് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. അപ്പോൾ ഒരു കാര്യം പ്രിയപ്പെട്ടവരെ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട്. ഭൂമി കൂടാതെ അനേക വാസസ്ഥലങ്ങൾ, വാസയോഗ്യമായ സ്ഥലങ്ങൾ പിതാവിൻ്റെ അടുത്തുണ്ട്. എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൻ്റെ കൺട്രോളിലുണ്ട്. അങ്ങനെയാണെങ്കിൽ അനേക ഗ്രഹങ്ങളിൽ വാസയോഗ്യമായ സ്ഥലങ്ങളുണ്ട് എന്നാണ് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത്. ശാസ്ത്ര പരീക്ഷണങ്ങളോ ടെലസ്കോപ്പുകളോ ഇല്ലാതെ തന്നെ വിശ്വസിക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ചാൽ പിതാവിൻ്റെ അടുത്ത് അനേക വാസസ്ഥലങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിട്ട് ഞാൻ വന്ന് നിങ്ങളെ കൊണ്ടുപോകും എന്നാണ് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമായ യേശു പറഞ്ഞത്. ഇനി മാത്രമല്ല, മനുഷ്യനെക്കുറിച്ചും മനുഷ്യൻ്റെ വീഴ്ചയെക്കുറിച്ചും പാപത്തെക്കുറിച്ച്, പാപത്തിൻ്റെ മോചനത്തെക്കുറിച്ച്, സാൽവേഷനെക്കുറിച്ച്, യേശു ക്രിസ്തുവിനോടുള്ള രക്ഷയെക്കുറിച്ച്, അതെങ്ങനെ കൈവരിച്ചുവെന്ന്, അതെങ്ങനെ നമുക്ക് സ്വീകരിക്കാമെന്നൊക്കെയും ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാൽ എൻ്റെ ചോദ്യം, ഇതിൽ ആത്മജീവികളായിരിക്കുന്ന ദൈവത്തിനും ദൈവം സൃഷ്ടിച്ച അസംഖ്യം മാലാഖമാർക്കും, എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് മാലാഖമാരുണ്ട് എന്നാണ് ദൈവവചനമായ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ദൂതന്മാരെക്കുറിച്ച് കൂടുതൽ പഠിക്കാനോ ദൂതന്മാരെ വണങ്ങാനോ ദൂതന്മാർക്ക് വേണ്ടി സമയം ചെലവഴിക്കാനോ അല്ല ദൈവം മനുഷ്യനാക്കി വെച്ചിരിക്കുന്നത്. ഫലത്തിൽ മാലാഖമാരെക്കാൾ, ദൂതന്മാരെക്കാൾ ഉന്നതമായൊരു പദവിക്ക് വേണ്ടിയാണ് മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചതെന്ന യാഥാർത്ഥ്യം ബൈബിളിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൂതന്മാർ, ആത്മജീവികളായ മാലാഖമാർ മനുഷ്യരെ സഹായിക്കാൻ, രക്ഷിക്കപ്പെടുന്ന മനുഷ്യനെ സഹായിക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന സേവകാത്മാക്കളെന്നാണ് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ പറഞ്ഞിരിക്കുന്നത്. അവരുടെ വാസസ്ഥലം ഭൂമിയാണോ? നമുക്കറിയാം, ദൈവവചനമായ ബൈബിൾ പരിശോധിക്കുമ്പോൾ പാപം ചെയ്ത എന്ന് പറഞ്ഞാൽ ആ ചെയ്ത പാപത്തെക്കുറിച്ച് യെശയ്യാ പുസ്തകത്തിലും മറ്റു ചില ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. നിഗളമായിരുന്നു വീണുപോയ പ്രധാന ദൂതൻ്റെ പാപം. അവൻ ഹൃദയത്തിൽ അഹങ്കരിച്ചപ്പോൾ, നിഗളിച്ചപ്പോൾ തന്നെ അവന് ഭൂമിയിലേക്ക് അവനെ തള്ളിയിട്ടു എന്നാണ് ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇവരുടെ വർക്കിംഗ് പ്ലേസ് അല്ലെങ്കിൽ ഇവരുടെ വിഹാരകേന്ദ്രം എന്ന് പറയുന്നത് പിന്നീട് ഭൂമിയായി പോയതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് നക്ഷത്രങ്ങളും എണ്ണാൻ കഴിയാത്തത്ര ഗാലക്സികളുമുള്ള ഈ പ്രപഞ്ചത്തിൽ അവർ അവരുടെ ആ പ്രവർത്തന മണ്ഡലം അല്ലെങ്കിൽ അവരുടെ വാസസ്ഥലങ്ങൾ ഒത്തിരി സ്ഥലത്തുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏറ്റവും പഴയ പുസ്തകമായിരിക്കുന്ന ജോബിൻ്റെ പുസ്തകത്തിൽ കംപ്ലീറ്റ് കറങ്ങി നടന്ന് വരുന്ന ദൂതനെക്കുറിച്ചാണ്
പിശാചിനെക്കുറിച്ചാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്വർഗീയ ഇടങ്ങളിൽ, ഹെവൻലി പ്ലേസസ്, മനുഷ്യനെത്താൻ കഴിയാത്ത സ്ഥലങ്ങളിലൊക്കെയും സഞ്ചരിക്കുവാനുള്ള കഴിവ് ദൂതന്മാർക്കുണ്ട്, മാലാഖമാർക്കുണ്ട്, അശുദ്ധാത്മാക്കൾക്കുണ്ട് എന്നുള്ളത് നാം അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയാണ്. എന്ന് പറഞ്ഞാൽ ശരീരമുള്ളൊരു മനുഷ്യന് 100 മീറ്റർ ഓടി റെക്കോർഡ് ഇടണമെങ്കിൽ ബെൻ ജോൺസൻ്റെയും കാൾ ലൂയിസിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ പി ടി ഉഷയുടെയൊക്കെ സമയങ്ങളൊക്കെ നോക്കണം. ആ ടൈം, സെക്കൻഡ്സ്, അതിനപ്പുറത്തേക്ക് അവർക്ക് പോകാൻ കഴിയില്ല. 10 സെക്കൻഡിന് താഴെ, 12 സെക്കൻഡ് താഴെ എന്നൊക്കെ പറഞ്ഞാണ് ഒളിമ്പിക് റെക്കോർഡുകൾ വീഴുക. എന്നാൽ നമുക്കറിയാം, ഈ കിലോമീറ്റർ അളക്കുന്നത് പ്രകാശവർഷത്തിലേക്ക് മാറ്റിയതിൻ്റെ കാരണം പ്രകാശം 1 സെക്കൻഡിൽ യാത്ര ചെയ്യുന്ന ദൂരം അത് തന്നെ എത്രയോ കിലോമീറ്ററുകൾ. അങ്ങനെയാണെങ്കിൽ അങ്ങനെ പ്രകാശം 1 വർഷം മുഴുവൻ യാത്ര ചെയ്യുന്ന, അതാണ് ഒരു പ്രകാശവർഷം. അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള നക്ഷത്രങ്ങളും ഗാലക്സികളും ഭൂമി ഈ പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നുവെന്ന് ശാസ്ത്രം സംശയമില്ലാതെ മനസ്സിലാക്കിയിട്ടുണ്ട്. അവിടേക്ക് പോകണമെങ്കിൽ പ്രകാശത്തിൻ്റെ വേഗത പോരാ. അപ്പോൾ ആത്മജീവികൾക്ക് ഒരു വിധത്തിൽ മറ്റൊരു വാക്ക് ഞാൻ പറഞ്ഞ ഏലിയൻസ് എന്ന പദം തന്നെ ഉപയോഗിക്കുക. ഏലിയൻസിന് യാത്ര ചെയ്യുവാനായിട്ട് സ്പീഡൊക്കെ അവർ വിചാരിച്ച സ്പീഡിൽ പോകണമെങ്കിൽ അവർക്ക് നമ്മുടെ കാണുന്ന പോലെ ഒരു ബോഡി ഉണ്ടാകില്ല. നമ്മുടെ ബോഡിയിൽ നിന്ന് എൻറ്റയർലി ഡിഫറൻ്റ് ആയൊരു ബോഡിക്ക് മാത്രമേ ദീർഘദൂരം നക്ഷത്രങ്ങൾക്കപ്പുറത്തേക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. സ്വർഗത്തെക്കുറിച്ച് ബൈബിൾ പറയുന്ന ഭാഗത്ത് പറയുന്നത് കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്കങ്ങപ്പുറത്ത് ഒരു സമാഗമന കൂടാരമുണ്ട്, മനുഷ്യനും ദൈവമായി സമ്മേളിക്കുന്ന സ്ഥലം. അതാണ് സ്വർഗം. അവിടേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകാമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. അവിടേക്ക് ചെല്ലണമെങ്കിൽ നമ്മുടെ ഈ ബോഡി കൊണ്ട് സാധിക്കുകയില്ല എന്ന് കൃത്യമായി ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ശാസ്ത്രഗ്രന്ഥമല്ലെങ്കിലും ബൈബിൾ എഴുതിയ വ്യക്തികൾ ശാസ്ത്രജ്ഞന്മാരല്ലെങ്കിലും അവർ മീൻപിടുത്തക്കാരൊക്കെ ആയിരുന്നു. വിശുദ്ധനായ പൗലോസ് ഇങ്ങനെ എഴുതി: കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി വാനമേഘങ്ങളിൽ വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവരും ക്രിസ്തുവിൽ ജീവനോടുകൂടി ഇരിക്കുന്നവരും ഞൊടിയിടയിൽ രൂപാന്തരപ്പെട്ട് കർത്താവിനെ എതിരേൽക്കാൻ വാനമേഘങ്ങളിൽ എടുക്കപ്പെടും. പ്രത്യേകം മനസ്സിലാക്കണമേ, അതായത് ഒരു ട്രാൻസ്ഫിഗറേറ്റഡ് ബോഡി, ഒരു ട്രാൻസ്ഫോംഡ് ബോഡി, ഒരു ട്രാൻസ്ഫിഗറേറ്റഡ് ബോഡിക്ക് മാത്രമേ നക്ഷത്രങ്ങൾക്ക് അങ്ങപ്പുറത്തേക്ക് യാത്ര ചെയ്യുവാൻ കഴിയുള്ളൂ. നമുക്കറിയാം, ഒരു റോക്കറ്റ് കഴിഞ്ഞ ദിവസം ഒരു വളരെ മിടുക്കിയായ ISROയിൽ ജോലിയുള്ള ഒരു സയൻറ്റിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ അവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ചോദിച്ചു, ഒരു റോക്കറ്റിൻ്റെ പ്രൊപ്പൽഷന് വേണ്ടി നിങ്ങൾ എന്തോരം സയൻറ്റിസ്റ്റുമാരെ വർക്ക് ചെയ്യുന്നത്? ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി, ഒരു ടീം ആക്ടിവിറ്റി എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് അവർ ഒത്തിരി നോക്കിയിട്ടാണ് ഇതിങ്ങനെ വളരെ പരിശോധിച്ചിട്ടാണ് ഇതൊക്കെ വിടുന്നത്. ഓർബിറ്റ് മാറരുത്, വളരെ കൃത്യതയോടുകൂടി. അപ്പോഴാണ് നമ്മുടെ തൊട്ടടുത്ത ചന്ദ്രനിലോ അതിനടുത്ത ചൊവ്വയിലൊക്കെ ക്യൂരിയോസിറ്റി ഒക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പോഴും മനുഷ്യന് പോകാൻ കഴിയുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിളിൽ കൃത്യതയോടെ പറയുന്നു, മനുഷ്യന് ഒരു റോക്കറ്റിൻ്റെ സഹായത്തിലൊന്നും എവിടേക്ക് പോകാൻ പറ്റില്ല, സ്വർഗത്തിൽ പോകാൻ പറ്റില്ല. ഈ മനുഷ്യൻ്റെ ശരീരത്തെ തന്നെ ഒരു ട്രാൻസ്ഫിഗറേറ്റഡ് ബോഡിയാക്കി മാറ്റി ഈ ജീവികൾ സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ പ്രകാശത്തിനേക്കാളൊക്കെ 10 മടങ്ങ്, 100 കണക്കിന് മടങ്ങ് സ്പീഡിൽ സഞ്ചരിക്കുന്നതായിരിക്കുന്ന ഒരു റലത്തിലേക്ക് മനുഷ്യൻ്റെ ശരീരം മാറുമെന്ന് പറയുന്ന പുസ്തകമാണ് ദൈവവചനമായിരിക്കുന്ന ബൈബിൾ. ഇനി അത് മാത്രമല്ല, ഈ അടുത്തിടെ കണ്ടത്
മനുഷ്യൻ്റെ ഛായയിൽ ഈ ഏലിയൻസ് ഭൂമി ജീവിക്കുന്നു എന്നാണ് ഈ അടുത്തിടെ പലരും പറയുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു. ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഈ തൃശ്ശൂർ ജില്ലയിൽ ഒരു കള്ള് ഷാപ്പ് നടത്തിയിരുന്ന ഒരാളുണ്ടായിരുന്നു. കള്ള് ഷാപ്പ് നടത്തി ഭയങ്കര കുടിയനുമായിരുന്നു അവിടെ. എന്തിനു പറയുന്നു, അദ്ദേഹം കെട്ടിത്തൂങ്ങി മരിച്ചു, ആത്മഹത്യ ചെയ്തു. അപ്പോൾ ആ സ്ഥലത്ത് ആ കള്ള് ഷാപ്പിൽ, ചാരായ ഷാപ്പും കള്ള് ഷാപ്പും ഒക്കെ കൂടിയായിരിക്കാം, ആ ഷാപ്പിൽ കറി വയ്ക്കാനൊരു സ്ത്രീ അവിടെ വന്നിരുന്നു. നമുക്കറിയാം, ഷാപ്പ് കറികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആലുവയ്ക്ക് പോകുമ്പോൾ ഒരു സ്ഥലത്തൊക്കെ കഴിയുക പല സ്ഥലത്തുമുണ്ട്. ഷാപ്പ് കറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എരിവും പുളിയൊക്കെ കുറച്ച് കൂട്ടി ഭയങ്കരമായി എരിവുള്ള കറികളൊക്കെ തന്നെയാണ്, പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അവിടെ ഷാപ്പിൽ കറി വയ്ക്കാൻ വന്ന സ്ത്രീ, ഇയാൾ മരിച്ചു കഴിഞ്ഞ് തൊട്ട് പിന്നാലെ മുതൽ ഈ മരിച്ചുപോയ ആളുടെ അതേ ശബ്ദത്തിൽ അയാൾ സംസാരിക്കുന്നത് പോലെ സംസാരിക്കാൻ തുടങ്ങി. ഇത് അനേകരെ അത്ഭുതപ്പെടുത്തി. പലരും പറഞ്ഞു, മരിച്ചുപോയ ചേട്ടൻ പുനർജന്മമാണ്, അല്ലെങ്കിൽ ഈ സ്ത്രീയിലേക്ക് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ പറയുന്നത്, മരിച്ചവരും മൗനതയിലാണ്ടുപോയവരും ദൈവത്തെ സ്തുതിക്കുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഒരു റെസ്റ്റിംഗ് പീരീഡിലേക്ക് പോയി എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. ഒന്നല്ലെങ്കിൽ നിത്യശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർ പാതാളം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്കും, നിത്യജീവനെ പ്രാപിക്കാനും ദൈവത്തോടുകൂടി വാസം ചെയ്യാനും യോഗ്യരായവർ പറുദീസയിലേക്ക് പോകുവാനുമാണ് ദൈവം, അതാണ് അവരെത്തുന്നതായ സ്റ്റേറ്റിനെ കുറിച്ച് ബൈബിൾ പറയുന്നത്. അപ്പോൾ പിന്നെ എന്തായിരിക്കാം ഈ തൃശ്ശൂരടുത്ത് ഈ ഷാപ്പ് നടത്തിയിരുന്ന ആൾ കെട്ടിത്തൂങ്ങി മരിച്ചപ്പോൾ ഷാപ്പിൽ കറി വയ്ക്കാൻ വന്ന സ്ത്രീ ഇയാളുടെ ശബ്ദത്തിൽ ഇതൊക്കെ പറഞ്ഞത്? ഞാൻ ബൈബിൾ പഠിച്ചപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. പിശാചിന് വിളിച്ച ദൂതൻ്റെ വേഷം കെട്ടാൻ പറ്റുമെന്ന്, അങ്ങനെ അനേകരെ തെറ്റിക്കാൻ പറ്റുമെന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ത്യകാലത്ത് നല്ല 1ാം ക്ലാസ് ദൈവദാസന്മാരെ പോലെ ആര് വരും? പിശാച് വരും എന്ന് പറഞ്ഞ ദൂതൻ ഈ മനുഷ്യ ശരീരത്തിൽ അവൻ വസിക്കാൻ ആഗ്രഹിക്കുന്നു. അവന് ജീവനുള്ള ശരീരത്തിൽ വസിക്കാനാണ് ആഗ്രഹം. അവന് മനുഷ്യൻ്റെ ആരാധന നേടാനാണ് ആഗ്രഹം. കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു. പിശാച് ബാധിച്ച ഒരു മനുഷ്യനെക്കുറിച്ച് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞു, അതൊക്കെ അടിച്ചു വാരി വൃത്തിയാക്കി പിശാചിനെയൊക്കെ പുറത്താക്കി. അത് കഴിഞ്ഞ് കർത്താവ് ഒരു വാണിംഗ് കൊടുത്തു. ഈ പിശാചിനെയൊക്കെ പുറത്താക്കി മനുഷ്യനാക്കി മാറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു വാണിംഗ് കൊടുത്തു. എന്തായിരുന്നു വാണിംഗ് എന്നറിയാമോ? അതായത്, നീ പ്രതിഷ്ഠിക്കേണ്ടവനെ പ്രതിഷ്ഠിച്ചില്ലെങ്കിൽ അവൻ പോയിട്ട് അവനേക്കാൾ ശക്തിയുള്ള 7 പേരെയും കൂടി കൊണ്ടുവന്ന് ഈ ശരീരത്തിൽ വന്ന് പാർക്കുമെന്ന് ഒരു വാണിംഗ് കൊടുത്തു. അപ്പോൾ ഈ ആത്മാക്കളിൽ പലതരത്തിൽ ശക്തിയുള്ളവരുണ്ട്. കുട്ടിപ്പിശാചുകളുണ്ട്, ശക്തിയുള്ള പിശാചുകളുണ്ട്, വമ്പന്മാരായ പിശാചുകളുണ്ട്. അത്രയും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജീവികളുള്ളപ്പോൾ അത് അങ്ങനെയുള്ളത് ഉണ്ടാവാം. ഇനി ഭൂമിയിൽ ഈ അന്യജീവികൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയാനൊരു നിർവാഹവുമില്ല. കാരണം ഈ അശുദ്ധാത്മാക്കൾ, ആത്മാക്കൾ, ഞാൻ പറഞ്ഞു വരുന്നത് മരിച്ച ആത്മാക്കളെ കുറിച്ചല്ല, ആത്മാവ് എന്ന കാറ്റഗറിയിൽ വരുന്ന ആത്മീയ ജീവികൾ, എണ്ണമറ്റതായ ആത്മീയ ജീവികൾ ഭൂമിയിലുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. നമ്മുടെ നഗ്ന നേത്രങ്ങൾക്ക് അതിന് കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യം തന്നെയാണ്. എന്നാൽ ഈ ആത്മജീവികൾ, പ്രത്യേകിച്ച് ഈവിൾ സ്പിരിറ്റ്സ്,
മനുഷ്യനിൽ പൊസസ് ചെയ്യുമ്പോൾ, മനുഷ്യനിൽ പാർക്കുമ്പോൾ അവയ്ക്ക് പല സ്വഭാവങ്ങളുണ്ടാവും. അമാനുഷ്യ ശക്തികളുണ്ടാവും. നമുക്കറിയാം, നമ്മളൊരു സിനിമ നമുക്കറിയാം. ആ സിനിമയിൽ ശോഭന അഭിനയിച്ച ഒരു സിനിമയാണ്. അതിൽ ഒരു വളരെ ദുർബലയെ പോലെയുള്ള ഒരു സ്ത്രീ കട്ടിലൊക്കെ എടുത്ത് പൊക്കുന്നതും ഉള്ള ശബ്ദം മാറുന്നതൊക്കെ കാണാൻ കഴിയും. ഞാൻ എൻ്റെ ആത്മീയ ജീവിതത്തിൽ പിശാചുക്കൾ പുറത്തുപോയ പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്. 10, 14, 15 വയസ്സായ പെൺകുട്ടികൾ അവർ നിയന്ത്രിക്കാൻ കഴിയാത്ത വിധത്തിൽ ശക്തിയുള്ളവരെ പോലെ പിശാച് ബാധിതരായി നിൽക്കുന്ന അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്. പിശാചിനെ പുറത്താക്കി കഴിയുമ്പോൾ അവർ സാധാരണ ശക്തിയിലേക്ക്, സാധാരണ ആ സ്ത്രീത്വത്തിലേക്ക് വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. പല വിധത്തിലും സ്പെഷ്യലൈസ് ചെയ്ത പിശാചുക്കളുണ്ട് എന്ന് ബൈബിൾ പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. രോഗം വരുത്തുന്ന പിശാചുക്കൾ, വ്യഭിചാരത്തിൻ്റെ ഭൂതം, പല പ്രതികാരത്തിൻ്റെ ഭൂതം, ഇങ്ങനെ അനേക തരത്തിലുള്ള ഭൂതാത്മാക്കളുണ്ട്. മനുഷ്യനിൽ കുടികൊള്ളുമ്പോൾ അത് ആ സ്വഭാവം കാണിക്കും. ഇന്ന് അതിക്രൂരന്മാരായിരിക്കുന്ന പല മനുഷ്യരുടെയും ഉള്ളിൽ എന്തുണ്ട്? യാതൊരു സംശയവുമില്ല. അന്യഗ്രഹജീവികളെന്ന് നിങ്ങൾ വേണമെങ്കിൽ വിളിച്ചോ, ഞാനിങ്ങനെ വിളിക്കും, അശുദ്ധാത്മാക്കളുണ്ട്. അശുദ്ധാത്മാക്കൾക്ക് മനുഷ്യനെ 3 തരത്തിൽ ഉപദ്രവിക്കാൻ പറ്റും. 1, ഉപദ്രവിച്ചിട്ട് പോകാം. 2, ബന്ധിച്ചിട്ട് പോകാം. 3, അവനിൽ കുടികൊള്ളാം. ഉപദ്രവിച്ചു പോകുമ്പോൾ ഉപദ്രവത്തിൻ്റെ വിഷമം കുറേ നാളുകൾക്കുണ്ട്. ഇനി ബന്ധിച്ചു പോയാൽ അവൻ കയറുകൊണ്ട് കെട്ടി നമ്മളൊരു മുറിയിലിട്ടതുപോലെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ യാതൊരു പുരോഗമനമില്ലാതെ ചത്തതുപോലെ ജീവിക്കുന്ന അനുഭവങ്ങളുള്ള ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ള ചിലരൊക്കെയാണ് ഈ മുറികളിൽ നിന്ന് കൊല്ലങ്ങളായിട്ട് പുറത്തിറങ്ങാത്ത മാനസിക രോഗികളെന്നൊക്കെ പലരും വിളിക്കുന്നത്. എന്നാൽ പൊസസ് ചെയ്താൽ ഒന്നിലെ കൊലപാതകം ചെയ്യാൻ കഴിവുള്ളവരായി മാറും, അല്ലെങ്കിൽ അവരുടെ ജീവിതം ആത്മഹത്യയിൽ അവസാനിക്കും, അല്ലെങ്കിൽ അപകട മരണത്തിലേക്ക് അവർ തന്നെ ചെന്ന് ചേരും, തീയിൽ ചെന്ന് ചാടും. അങ്ങനെയൊക്കെ പല വിധത്തിലുള്ള കാര്യങ്ങൾ അത്തരം കാര്യങ്ങളിലും നടക്കാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞു വന്നത് എന്താണ്, അപ്പോഴും ഒരു ചോദ്യം ഞാൻ ചോദിക്കുക. ഈ അന്യഗ്രഹജീവികൾ അല്ലെങ്കിൽ ശുദ്ധാത്മാക്കൾക്ക് വളരെ സ്പീഡിൽ യാത്ര ചെയ്യാൻ കഴിയും. മനുഷ്യനെ വെല്ലുന്നതായിരിക്കുന്ന മനുഷ്യൻ്റെ ശക്തിയുമായിട്ട് കമ്പയർ ചെയ്താൽ മനുഷ്യന് 1% ശക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ പവർ എന്ന് പറയുന്നത് അതിൻ്റെ ലക്ഷക്കണക്കിന് മടങ്ങായിരിക്കും ഒരു അന്യഗ്രഹജീവി അല്ലെങ്കിൽ ഒരു അശുദ്ധാത്മാവിന് ഉള്ളതെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുക. അതുമാത്രമല്ല, ഞാൻ ഈ അടുത്ത് കേട്ടതായൊരു കാര്യം എനിക്ക് വളരെ എന്നെ അത്ഭുതപ്പെടുത്തി. അതെന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ ആദ്യമായിട്ട് കേട്ടത് അതിനെക്കുറിച്ച് മൃഗശാല സിദ്ധാന്തം. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സൂ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത കാലത്ത് ശാസ്ത്രജ്ഞന്മാരും ഏലിയൻസിൻ്റെ പിന്നാലെ നടക്കുന്നവരും കണ്ടെത്തിയൊരു സത്യം, അല്ലെങ്കിൽ കണ്ടെത്തിയ ഒരു നിഗമനമാണിത്. എന്താ നിഗമനം? മൃഗശാല സിദ്ധാന്തം, സൂ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ അവർ പറയുന്നത് ഈ അന്യഗ്രഹ ജീവികൾ മനുഷ്യനെ ഒരു സൂവിലാക്കിയ മാതിരിയാണ്. ഒരു മൃഗശാലയിൽ എങ്ങനെ മൃഗങ്ങളെ ഇരുമ്പിൻ്റെ ഉള്ളിലിടോ എന്നിട്ട് ഇവരിങ്ങനെ കാവൽ നിൽക്കോ, അതുപോലെയാണ് ഈ അന്യഗ്രഹ ജീവികൾ, ഏലിയൻസ് എന്ന് പറയുന്ന ഒരു നിഗമനം ദൈവത്തെ അറിയാത്ത, ദൈവത്തോട് മത്സരിക്കുന്ന പലരുടെ ഇടയിലുണ്ട്.
കുറച്ച് കാര്യം അറിവ് കിട്ടുമ്പോഴേക്കും പല ആൾക്കാരും ദൈവത്തോട് മത്സരിക്കും, ദൈവവചനത്തോട് മത്സരിക്കും, അവർ ദൈവത്തെ പുച്ഛിക്കും. എന്നാൽ ഞാൻ ഈ വിഡ്ഢിക്കോമരങ്ങളെ അങ്ങനെ വിളിക്കാൻ ഞാൻ അപമാനിച്ചുകൊണ്ട് വിളിക്കുന്നതല്ല, അവർ അത്രയും ഫൂൾസ് ആയതുകൊണ്ട് ഞാൻ വിളിക്കുന്ന. കാരണം ഈ തികഞ്ഞ സത്യം, ഈ അർദ്ധസത്യങ്ങളെ കൊണ്ടൊന്നും ഒരു സയൻസിന് വിജയിക്കാൻ പറ്റില്ല. കൃത്യമായി ക്ലിയർ കട്ടായിട്ടുള്ള കാര്യം വന്നാലേ ആ സയൻസിൻ്റെ ആ ഫിനോമിനയൊക്കെ റെഡി. കാരണം നമുക്കറിയാം, വെള്ളം അതിന് വിധാനം പാലിക്കുന്നതാണ്. വെള്ളം ഒരു സ്ഥലത്ത് ഇങ്ങനെയും ഒരു സ്ഥലത്ത് ഇങ്ങനെയും നിൽക്കില്ല. ഇതിലൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അപ്പോൾ ഈ സത്യങ്ങൾ അസംസ്കൃത രൂപത്തിൽ പലയിടത്തും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാ മനുഷ്യൻ കണ്ടെത്തിയതാണല്ലോ മതങ്ങൾ എന്ന് പറയുന്നത്. ദൈവം മതം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ ഈ മതങ്ങളുടെ ഉള്ളിൽ സത്യമുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യത്തിൻ്റെ അംശങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കാം പ്രജാപതി യേശുക്രിസ്തു ഒന്നുമല്ല, പക്ഷെ പ്രജാപതി എന്ന് പറയുന്ന ഒരു പരാമർശം വേദങ്ങളിലുണ്ട്. ഇനി ഖുറാനിൽ ഈസാ നബിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ ഈസാ നബി അല്ല കർത്താവായ യേശുക്രിസ്തു. കാരണം സത്യത്തിൻ്റെ അംശങ്ങൾ ഈ ഭൂചരിത്രത്തിൽ വ്യാപിച്ചിരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ, ഹിസ്റ്ററി എന്ന് പറയുന്ന പദം ഹിസ്റ്റോറി എന്നാണ് നമ്മൾ ഈ ഡിക്ഷണറിയിലൊക്കെ നോക്കിയാൽ മനസ്സിലാവുക. ഹിസ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീസസ് സ്റ്റോറി, ക്രിയേറ്റീവ് സ്റ്റോറി. അപ്പോൾ ആ ഹിസ്റ്ററി നാം പരിശോധിക്കുമ്പോൾ സത്യം ഈ ഭൂമണ്ഡലങ്ങളിൽ മുഴുവൻ വ്യാപരിക്കുന്നുണ്ട്. എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് ഇംഗ്ലീഷിലെ ബ്രദറും സാൻസ്ക്രിറ്റിലെ ബാദറും തമ്മിലുള്ള ചേർച്ച. ഇംഗ്ലീഷിലെ ഫാദറും സാൻസ്ക്രിറ്റിലെ പിതറും ലാറ്റിനിലെ പിത്തറും ഒക്കെ തമ്മിലുള്ള ബന്ധം, സാൻസ്ക്രിറ്റിലെ മാതൃവും ഇംഗ്ലീഷിലെ മദറും തമ്മിലുള്ള അഭേദ്യമായ ബന്ധം എന്ന് പറഞ്ഞ ഭാഷയെല്ലാം ഉത്ഭവിച്ചത് ഒരിടത്തു നിന്നുള്ള പലവിധ തെളിവുകളും നമുക്ക് ചരിത്രത്തിൽ നിന്നും ഒക്കെ കണ്ടെത്താൻ കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, അസംസ്കൃതമായ സത്യം പലതിലും ഉണ്ടായിരിക്കെ വളരെ സംസ്കരിക്കപ്പെട്ട രീതിയിൽ ദൈവത്തിൻ്റെ ആലോചന, ദൈവത്തിൻ്റെ വാക്കുകൾ എഴുതിയ പുസ്തകമാണ് തിരുവചനമായ ബൈബിൾ. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ശാസ്ത്രത്തിന് കണ്ടെത്താൻ കഴിയാത്ത ഈ പ്രപഞ്ച രഹസ്യങ്ങളെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ രണ്ട് മാർഗങ്ങളുണ്ട്. ഒന്ന്, ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ വായിച്ച് അത് പഠിച്ച് അത് മനഃപ്പാഠമാക്കി അത് ധ്യാനിക്കുമ്പോൾ ദൈവം എഴുതിയിരിക്കുന്ന വരികളുടെ ഇടയിലൂടെ ദൈവത്തിൻ്റെ വലിയ ആലോചനകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. രണ്ടാമത്തെ കാര്യം, ജെറമ്യാ 33:3 പറയുന്ന പോലെ, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് കാണാൻ കഴിയാത്ത അഗോചരമായിരിക്കുന്ന, നീ ഇന്നുവരെ കണ്ടെത്താൻ കഴിയാത്ത അനേക സത്യങ്ങൾ ഞാൻ നിനക്ക് വെളിപ്പെടുത്തി തരും. മാത്രമല്ല, ബൈബിൾ എന്ന പുസ്തകത്തെക്കുറിച്ച് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കാം. അതെന്താണെന്നറിയാം? ഈ ലോകത്തിൽ അനേകർ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, എത്രയോ പേർ പുസ്തകങ്ങൾ എഴുതിയാണ്. പക്ഷേ ഈ പുസ്തകങ്ങൾ എഴുതിയവരൊക്കെയും അവരുടെ പുസ്തകം നമ്മൾ വാങ്ങിച്ച് വായിച്ചാലുള്ള പ്രത്യേകത എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ പൈസ അവരുടെ പോക്കറ്റിലേക്ക് പോകുന്നതല്ലാതെ വായിക്കുമ്പോൾ യാതൊരു പ്രത്യേകതയില്ല. എല്ലാം ഒരു ലഹരി പോലെ അനുഭവങ്ങളൊക്കെ ഉണ്ടായേക്കില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ബൈബിൾ വായിച്ചാലൊരു പ്രത്യേകതയുണ്ട്. ബൈബിൾ ദൈവത്തിൻ്റെ വചനമായതുകൊണ്ടും അത് എഴുത്തുകാരായിരിക്കുന്ന വ്യക്തികളെ കൊണ്ട് ദൈവം എഴുതിപ്പിച്ചതായതുകൊണ്ടും അതിൻ്റെ ഓതർ എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ആയതുകൊണ്ടും അത് വായിച്ചിട്ട് മനസ്സിലായില്ലെങ്കിലും അത് വായിക്കുന്നവനെ സ്നേഹിക്കുന്നവനാണ് അതിൻ്റെ ഓതർ. അതുകൊണ്ട് വായിച്ചാൽ മനസ്സിലായില്ലെങ്കിൽ മനസ്സിലാക്കി കൊടുക്കാൻ ദൈവത്തിന് പല മാർഗങ്ങളുണ്ട്. ദൈവത്തിന് മനുഷ്യനോട് സംവദിക്കുവാൻ 7 മാർഗങ്ങളുണ്ട് എന്നാണ് എൻ്റെ ജ്യേഷ്ഠൻ എന്നെ പഠിപ്പിച്ചത്.
ബൈബിളിൽ പറഞ്ഞ കാര്യമാണ് പറഞ്ഞത്. മനുഷ്യനോട് ദൈവത്തിന് സംസാരിക്കാൻ സ്വപ്നത്തിലൂടെ സാധിക്കും, ദർശനത്തിലൂടെ സാധിക്കും, ദൈവത്തിൻ്റെ ദാസന്മാരിലൂടെ സാധിക്കും. എഴുതപ്പെട്ടതായ റെക്കോർഡഡ് വോയിസ് അയക്കും ദൈവജനത്തിലൂടെ സംസാരിക്കാൻ കഴിയും, ദൈവത്തിന് തന്നെ സംസാരിക്കാൻ കഴിയും, ദൈവത്തിൻ്റെ ദൂതന്മാരിലൂടെ സംസാരിക്കാൻ കഴിയും. ഈ ദൈവം മനുഷ്യന് വേണ്ടി വാസയോഗ്യമായി സൃഷ്ടിച്ചിരിക്കുന്ന ഈ സൃഷ്ടവസ്തുക്കളിലൂടെ സംസാരിക്കാൻ കഴിയും. അപ്പോൾ ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാനും മനുഷ്യനെ വഴി നടത്താനും ദൈവം മതിയായവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ദൈവത്തോട് മത്സരിക്കുന്ന, തങ്ങൾക്കൊരല്പം അറിവ് കിട്ടുമ്പോഴേക്കും മത്സരിക്കുന്ന പലരുമുണ്ട്. ഞാൻ പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഇവർ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയും. എന്നാൽ ദൈവത്തിൻ്റെ വചനമായിരിക്കുന്ന ബൈബിൾ എന്താ പറയുന്നത്? ഈ ലോകത്തിൻ്റെ ദൈവം പിശാചാണ്. അതായത് നിത്യനരകത്തിന് യോഗ്യനായിരിക്കുന്ന, ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട, എറ്റേണൽ ഫയറിലേക്ക് പോകുന്ന, നരകത്തിന് അർഹനായിരിക്കുന്ന പിശാചും അവൻ്റെ അനുയായികളും അവർക്ക് സാൽവേഷൻ ഇല്ല. കാരണം അവർ എറ്റേണൽ ബീയിങ് പോലെയാണ്, അവർക്ക് സാൽവേഷൻ ഇല്ല. അവർക്ക് നിത്യനരകം ഉറപ്പാണ്. അപ്പോൾ ആ നിത്യനരകത്തിലേക്ക് അർഹരായിരിക്കുന്ന അവരുടെ ആ പീരീഡ് കഴിഞ്ഞിട്ടില്ല. അവർ ഭൂമിയെ ഒരു വിധത്തിൽ വാണുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഭൂമിയിലുള്ള സിസ്റ്റംസ് കുറേ ഭൂരിപക്ഷവും അവൻ്റെ കൺട്രോളിലാണ്. അതുകൊണ്ട് യേശു തന്നെ പറഞ്ഞു, ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ കണ്ണ് കുരുടാക്കിയെന്ന ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്. കാണേണ്ടതിനെ കാണേണ്ടതുപോലെ കാണാതെ നമ്മുടെ അകത്തെ കണ്ണുകൾ അന്ധമാക്കിക്കൊണ്ട് ദൈവത്തെങ്കിലേക്ക് അടുക്കാൻ കഴിയാത്ത അവസ്ഥയിലിരിക്കുന്ന അനേകരുണ്ട്. പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഒരർത്ഥത്തിൽ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ദൈവത്തെ അറിയാത്ത, ദൈവത്തോട് മത്സരിക്കുന്ന, അല്ലെങ്കിൽ ദൈവം പറഞ്ഞതനുസരിക്കാതെയും ദൈവം ചെയ്യരുതെന്ന് പറയുന്നത് ചെയ്തുകൊണ്ടും സ്വാതന്ത്ര്യം എന്ന പേരിൽ ദൈവത്തോട് വെല്ലുവിളിക്കുന്ന സകല ജനതതികളും എന്തി കിടക്കുകയാണ്? ഇവൻ്റെ കൂട്ടിക്കിടക്കാണ്. അപ്പം ശരിയാ, മനുഷ്യൻ വലിയ പ്രാധാന്യമുള്ള ജീവിയല്ല, മനുഷ്യൻ മൃഗമാണ് എന്നുള്ള തരത്തിലാണ് ആര് മനുഷ്യനെ പറഞ്ഞു പറ്റിക്കുന്നത്? പിശാച്. ഈ അനുഗ്രഹ ജീവികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചും അതിൻ്റെ കൂട്ടരും. കാരണം എന്താ? മനുഷ്യനിൽ ഒരാത്മാവുണ്ടെന്നും മരിച്ചുപോയ ആത്മാവിനെ വീണ്ടും ജന്മം വഴി ഉയർത്താൻ കഴിയുമെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കേണ്ട ആലയമാണ് മർത്യശരീരം എന്നുമുള്ള ദൈവത്തിൻ്റെ സത്യം മറച്ചുകൊണ്ട് സാധാരണ എങ്ങനെ മൃഗങ്ങൾ വീഴ്ച ചെയ്യുന്നു, എങ്ങനെ മൃഗതൃഷ്ണയിലൂടെ മുന്നോട്ട് പോകുന്നു, അത്തരത്തിൽ എങ്ങനെ വേണമെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനും എങ്ങനെ വേണമെങ്കിലും ജീവിക്കാനും സ്വാതന്ത്ര്യം എന്ന ഓമനപ്പേരിനെ കാണിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകളെ ലംഘിക്കുകയും അതിന് പുറകെ എറിഞ്ഞു കളയുകയും ചെയ്യുന്ന മനുഷ്യരെല്ലാം തന്നെ ഈ അവരുടെ മൃഗശാലയിലെ മൃഗങ്ങളാണ്. എല്ലാവരും അങ്ങനെയല്ല. എന്നാൽ ആ കർത്താവായ യേശുവിന് പറഞ്ഞു, ഞാൻ ഭൂമിയിൽ വന്നത് എന്തിനു വേണ്ടി? ഞാൻ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാനത്രേ. അപ്പോൾ അതെന്ന് പറഞ്ഞാൽ അന്ധകാരത്തിൽ കൂച്ചുവലങ്ങിട്ട് കഴിയുന്ന, ഈ പാപത്തിൻ്റെ അന്ധകാരത്തിൽ കഴിയുന്ന, രക്ഷകനെയോ ദൈവത്തെയോ മനസ്സിലാക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കിടക്കുന്നവരെ പുറത്തേക്ക് കൊണ്ടുവരുന്ന യേശു വന്നതെന്നുള്ള സ്പിരിച്വൽ ട്രൂത്ത് ബൈബിളിൽ കിടക്കുന്നുണ്ട്. ആ മോക്ഷം എങ്ങനെയാണെന്ന്, അത് കൊന്നിട്ടുള്ള മോക്ഷമല്ല, തകർത്തുകൊണ്ടുള്ള സമാധാനമല്ല, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനവും സകല പരിജ്ഞാനത്തെയും കവിയുന്ന ദൈവസ്നേഹത്തെക്കുറിച്ചുമാണ് ദൈവജനമായി ബൈബിൾ പറയുന്നത്. അപ്പോൾ ഈ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് ഈ ദൈവത്തെ മനസ്സിലാക്കാത്ത, ദൈവജനത്തെ അംഗീകരിക്കാത്ത, ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കാത്തവരുടെ ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ പറയാൻ ആഗ്രഹിച്ചു,
ഈ ലോകത്തിൽ എന്ത് വെട്ടിപ്പിടിച്ചവരും എന്ത് വീടുണ്ടാക്കിയവരും എന്ത് കോടീശ്വരന്മാരായാലും മരിക്കുന്ന സമയത്ത് അവൻ തികഞ്ഞ ദരിദ്രനായി മാറും. നോ ഡൗട്ട് അറ്റ് ഓൾ. തികഞ്ഞ ദരിദ്രനായി മാറും. സ്വർഗത്തിലേക്ക് പോകുന്ന ഒരു എന്തെങ്കിലുമായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ രണ്ട് കാര്യം കൊണ്ടേ പോകാൻ പറ്റുള്ളൂ. ഒന്ന്, ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ വചനം, സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിൻ്റെ വചനം, അത് അഭ്യസിക്കുകയും അത് മനസ്സിലാക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള നമ്മുടെ അറിവും കാഴ്ചപ്പാടും സ്നേഹവും ബഹുമാനവും ഒക്കെ വർദ്ധിക്കാനിടയും. അങ്ങനെയുള്ളവർക്ക് മനസ്സിലാവും ദൈവത്തിന് കൊടുക്കേണ്ട ഒന്നാം സ്ഥാനം എന്താണെന്ന്. ബാക്കിയുള്ളവർക്ക് അവർക്ക് എല്ലാം കഴിഞ്ഞിട്ട് ആവശ്യമില്ലാത്ത സമയത്ത് കൊടുക്കുന്ന ഒരു 10ാം തരക്കാരനോ 100ാം തരക്കാരനായിട്ട് കൊടുക്കുന്ന അനുഭവമുള്ളത് അതിനൊന്നും കാത്തിരിക്കുന്നു എന്നല്ല സ്വർഗത്തിലെ ദൈവം. ദൈവം പറഞ്ഞു, നീ എന്തെങ്കിലും തിരുസ്വരൂപങ്ങളെ വിഗ്രഹങ്ങളൊക്കെ വണങ്ങുകയാണെങ്കിൽ നിന്റെ തലമുറകളെ ഞാൻ ശിക്ഷിക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് സ്വർഗത്തിൽ പ്രവേശനമേ ഇല്ല. പല ആൾക്കാരും പറഞ്ഞു ഞങ്ങൾ പേരുകൊണ്ട് ക്രിസ്ത്യാനികളാണല്ലോ. ഞാൻ പറഞ്ഞു പേരുകൊണ്ട് ക്രിസ്ത്യാനിയാക്കണമെന്നുള്ളത് തന്നെ, പേരുകൊണ്ട് ക്രിസ്ത്യാനിയാണല്ലോ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നീ പേരുകൊണ്ട് ക്രിസ്ത്യാനിയായിരിക്കാം, പക്ഷേ നീ ചെയ്യുന്ന തിരുസ്വരൂപം അടക്കം നിന്നെ ഒരിക്കലും എവിടെ കൊണ്ടെത്തിക്കില്ല, സ്വർഗത്തിൽ കൊണ്ടെത്തിക്കില്ല. അത് കർത്താവ് ആ കാര്യത്തിൽ വല്ല തീക്ഷ്ണതയുള്ള ദൈവമാണ്. ദൈവത്തിന് കൊടുക്കേണ്ട സ്ഥാനം ദൈവത്തിന് കൊടുത്തേ പറ്റൂ. ഞാൻ പറഞ്ഞു വന്നത്, അതായത് ഇവർ ഇന്നിപ്പോൾ ഈ ഏലിയൻസിനെ കുറിച്ച് പലവിധത്തിലുള്ള ഹൈപ്പോത്തിസിസും അതുപോലെ തന്നെ പഠനങ്ങളും ഒക്കെ മുന്നോട്ട് പോകുമ്പോൾ അവർ ചിലർ പറയുന്നു ഈ ഏലിയൻസിന് മനുഷ്യരെ അങ്ങേയറ്റം വെറുപ്പാണ്. നിങ്ങൾക്കറിയാമോ, കർത്താവായ യേശു ഒരു സത്യം പറഞ്ഞു. ആ സത്യം മനസ്സിലാക്കാതെയാണ് പിന്നെ അവസാനം ഇവർ ഈ കാര്യം മനസ്സിലാവുന്നത്. കർത്താവ് പറഞ്ഞു, പിശാച് ഭൂമിയിൽ ഇരിക്കുന്ന കൊല്ലുവാനും മുടിക്കാനും നശിപ്പിക്കാനാണ് വരുന്നത്. അവൻ നുണയുടെ ആരാന്നാണ് പറയണത്? അപ്പനാണെന്ന് പറയണത്. അവൻ പ്രലോഭിപ്പിക്കാൻ അടുത്തു വരുന്നവനാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, എനിക്ക് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യം, ആ ഒരു കാര്യം ശരിയാണ്, ഏലിയൻസ് മനുഷ്യരെ അങ്ങേറ്റം വെറുക്കുന്നു എന്നുള്ള സത്യം. പക്ഷേ ഇത് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. ദൈവവും ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ സ്ഥലം ഭൂമിയൊന്നുമല്ല, ദൈവത്തിൻ്റെ കൊട്ടാരം. ദൈവത്തിൻ്റെ ജന്മസ്ഥലം ഭൂമിയല്ല. ഇപ്പോൾ ഈ ഭൂമിയിൽ ജനിച്ച ജന്മസ്ഥലമായ അനേക ദൈവങ്ങളൊക്കെ ഇന്ന് ലോകത്തുണ്ട്. 30 മുക്കോടി ദൈവങ്ങളിൽ പല ദൈവങ്ങളും നമ്മുടെ ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലൊക്കെ ജനിച്ചവരുണ്ട്. പലരും നമ്മളെപ്പോലെ ജീവിച്ചവർ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ദൈവങ്ങളായി മാറിയവരുണ്ട്. പേരുകൊണ്ട് പലരും ആരാധിക്കുമ്പോഴുള്ള ഒരാൾ ദൈവമായി മാറുന്നത്. താരദൈവങ്ങളുണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ പറയാൻ ആഗ്രഹിക്കുക, ദൈവവും ആത്മാവാകുന്നു. ദൈവത്തിൻ്റെ വാസസ്ഥലം ഭൂമിയൊന്നുമല്ല. ബൈബിൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്, സ്വർഗം അവൻ്റെ സിംഹാസനം, ഭൂമി അവൻ്റെ പാതവിടെ കാല് വയ്ക്കുന്ന സ്ഥലം എന്നാ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്, ഈ ദൈവം ആത്മാവാകുന്നു, ദൂതന്മാരും ആത്മാവാകുന്നു, എന്താ വ്യത്യാസം? ആത്മാവാകുന്ന ദൈവത്തിന് സർവ്വവ്യാപിത്വമുണ്ട്, സർവജ്ഞാനിയാണ്, സർവശക്തനാണ്, സർവ അധികാരിയാണ്, അങ്ങനെ പല ഗുണങ്ങളുമുണ്ട്. 6-7 ഗുണങ്ങൾ താൻ സൃഷ്ടിച്ച മറ്റു ഒരു സൃഷ്ടവസ്തുക്കളുമായിട്ട് ഷെയർ ചെയ്യാത്തതായ അനേക ഗുണങ്ങൾ ദൈവത്തിന് സ്വന്തമായിട്ടുണ്ട്. ആ സർവജ്ഞാനിയായ ദൈവം, സർവശക്തനായ ദൈവം, സർവാധികാരിയായ ദൈവം, ആത്മാവാകുന്ന ദൈവം, ഈ ദൈവത്തിൻ്റെ പ്രത്യേകതകളാണ് ദൈവത്തെ ആരാധനയ്ക്ക് യോഗ്യനാക്കുന്നത്. പലരും അഭിനയം കൊണ്ടല്ലേ പലരും ഇഷ്ടപ്പെടുന്നു, ആരാധിക്കുന്നു. സൗന്ദര്യം കൊണ്ടല്ലേ ചിലർ ആരാധിക്കുന്നത്. അവരെക്കാൾ കൂടുതൽ ശക്തി കണ്ടിട്ടല്ലേ ആരാധിക്കുന്നത്. അധികാരപ്രമത്തത കണ്ടിട്ടല്ലേ ആരാധിക്കുന്നത്. പക്ഷേ പ്രിയപ്പെട്ടവരെ, ദൈവം അങ്ങനെ ആരാധന സ്വീകരിക്കുന്നവരല്ല. മറിച്ച് ദൈവം ആരാധനയ്ക്ക് യോഗ്യനായതുകൊണ്ടാണ്. നമ്മൾ ആരാധിച്ചില്ലെങ്കിലും ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒരു കുറവും സംഭവിക്കുന്നില്ല. പക്ഷെ നമ്മൾ ആരാധിച്ചാൽ എന്താ ഗുണം? ആരാധിക്കുന്നവർക്ക് ആ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ഒരു വലിയ ഒരു ഫേവർ ഉണ്ടാകുമെന്നുള്ളതാണ് ദൈവത്തിൻ്റെ സത്യം. അപ്പോൾ ഈ
അന്യഗ്രഹ ജീവികൾക്ക് അല്ലെങ്കിൽ അശുദ്ധാത്മാക്കൾക്ക് ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇവിടുന്ന് അമേരിക്കയിലേക്ക് അടുത്ത സെക്കൻഡിൽ എത്താൻ പറ്റും. കാരണം 3 ലക്ഷം കിലോമീറ്റർ ഒന്നും ഓടിക്കില്ലല്ലോ. പ്രകാശത്തേക്കാൾ വേഗതയിൽ സഞ്ചരിക്കുന്ന ഇതിന് അടുത്ത സെക്കൻഡിൽ തന്നെ അവിടെ എത്താൻ പറ്റും. പക്ഷേ അവിടെയും ഇവിടെയും ഒരുമിച്ചായിരിക്കാൻ പറ്റില്ല. കാരണം ആത്മാക്കളായി ദൂതന്മാർക്ക് എന്തില്ല? സർവ്വവ്യാപിത്വമില്ല. നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവവും മറ്റ് ആത്മജീവികളുടെ വ്യത്യാസം. ഇനി മനുഷ്യന് ശരീരമുള്ളത് കൊണ്ട് തീരെ മൂവ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വല്ല പ്ലെയിനെയോ റോക്കറ്റിനെയൊക്കെ ആശ്രയിക്കണം. പക്ഷേ ട്രാൻസ്ഫിഗറേറ്റഡ് ബോഡി വരുമ്പോൾ നമുക്കത് സാധ്യമാണ്. ഇപ്പോൾ ചില ആൾക്കാർ ഈ ഗന്ധർവ വിവാഹം എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? ചില പെന്റിക്കോസ്റ്റൽ പാസ്റ്റർമാരും ചില ബൈബിൾ കോളേജുകളൊക്കെ പറയുന്നു, ഉൽപ്പത്തി പുസ്തകത്തിൽ ദൈവത്തിൻ്റെ മക്കൾ മനുഷ്യരുടെ പുത്രിമാരെ വിവാഹം കഴിച്ചു, അതിൽ നിന്ന് മലന്മാരുണ്ടായെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ചിലർ പറഞ്ഞു മാലാഖമാർക്ക് മനുഷ്യരുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ കഴിയും, അവർക്ക് കുട്ടികളെ ജനിപ്പിക്കാൻ കഴിയും എന്ന് പറയുന്ന പലരുമുണ്ട്. വലിയ പ്രഗത്ഭരായ ചിലരൊക്കെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവരൊന്നും വലിയ പ്രഗത്ഭരല്ല. കാരണം യേശു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പുനരുത്ഥാനത്തിൽ മനുഷ്യർ സ്ത്രീയോ പുരുഷനോ എന്നുള്ള കാറ്റഗറി അല്ല അവിടെ ഉള്ളത്. അവർ ദൂതന്മാർക്ക് തുല്യരായിരിക്കും. അവർ വിവാഹം കഴിക്കുകയില്ല, കഴിപ്പിച്ചു കൊടുക്കില്ല. എന്ന് പറഞ്ഞാൽ ഒരു സെക്ഷൽ റീപ്രൊഡക്ഷന് ദർ ഇസ് നോ ചാൻസ് അറ്റ് ഓൾ ഇൻ എറ്റേണിറ്റി. നിത്യതയിൽ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടാവുന്ന പരിപാടികളൊന്നും അവിടെ ഇല്ല. സ്ത്രീ എന്നോ പുരുഷനൊന്നും വ്യത്യാസമില്ല. ഭൂമിയിൽ വെച്ചാണ് ആ ഒരു സെറ്റപ്പ് ദൈവം കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സൃഷ്ടികർമ്മത്തിൽ പുരുഷനെയും സ്ത്രീയെയും സംയോജിപ്പിച്ച് ആ സെക്സ് സെല്ലുകളിൽ പകുതി ക്രോമസോം മാത്രം വെച്ച് എൻ്റെ പതിപ്പുകൾ ഉണ്ടാക്കുന്നതിന് പകരം ഞാനും എൻ്റെ ഭാര്യയും ചേർന്ന് ഒരു പുതിയ വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയെ ദൈവം ഒരുക്കി കൊടുക്കുന്ന മാർഗമാണ്. ദൈവമാണ് സകലത്തിന് സൃഷ്ടാവ്. എന്നാൽ ക്ലോണിംഗ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വന്നപ്പോഴാണ് നമ്മുടെ തലമുടിയിൽ നിന്നോ നമ്മുടെ നഖത്തിൽ നിന്നോ ഒക്കെ എന്നെപ്പോലെ ഒരാളെ ഉണ്ടാക്കാമെന്ന് ശാസ്ത്രം പറയുന്നു. അത് പറഞ്ഞതോടുകൂടി ഏതെങ്കിലും സ്ഥലത്ത് ജീവനുണ്ടെന്ന് കണ്ടുപിടിച്ചാൽ, അല്ലെങ്കിൽ ഒരു ടെമ്പറേറ്റ് സോണിൽ ഒരു ഗ്രഹം ഉണ്ടെന്ന് കണ്ടുപിടിച്ചാൽ അപ്പോഴേ ദൈവത്തിനെയും അതുപോലെ ദൈവത്തിൻ്റെ ദാസന്മാരെയും ദാസിമാരെയും വിമർശിച്ച് ഞങ്ങൾ എന്തോ കണ്ടെത്തി എന്ന് പറഞ്ഞിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നത്. ഇത്രയും കോടി പ്രകാശവർഷത്തിന് അപ്പുറത്തുള്ള ഒരു സ്ഥലത്തേക്ക് പോകാൻ, ഈ ചൊവ്വയിലേക്ക് പോകാൻ കിടന്ന ക്യൂരിയോസിറ്റി എന്ന് പറഞ്ഞ് നടത്തുന്ന പെടാപ്പാട് കാണുമ്പോൾ അവിടേക്ക് എന്നാ പോകുന്നത്? തികച്ചും മനുഷ്യന് അസാധ്യമായിരിക്കുന്ന കാര്യമാണെന്ന് വളരെ വ്യക്തമാണ്. പിന്നെ ഷോർട്ട് കട്ടുണ്ട്. എങ്ങനെ പോകാൻ പറ്റും? വിശുദ്ധനായ പൗലോസ് പറഞ്ഞു, ശരീരം കൊണ്ടോ ശരീരം ഇല്ലാതെ ഒന്നും എനിക്കറിയില്ല, 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരു മനുഷ്യനെ എനിക്കറിയാം. പൗലോസ് തന്നെയാണെന്നാണ് എല്ലാവരും പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്താധാരകളെ കൊണ്ട് ആത്മീയ തലത്തിൽ നമുക്ക് ഉയരത്തിലേക്ക് പോകാനായിട്ട് സാധിക്കും. ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. നമ്മൾ ഈ താഴ്ന്ന ഭൂമിയിലുള്ള കാര്യങ്ങളും ടെക്നോളജി നോക്കിയല്ല, നമ്മൾ ഉയരത്തിലുള്ളത് അന്വേഷിക്കണം. ഉയരത്തിലുള്ളത് ആത്മീയമായ കാര്യങ്ങളാണ്. ആ കാര്യത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ കൊണ്ടുപോകണമെന്നാണ് ഞാൻ പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, അന്യഗ്രഹ ജീവികളുണ്ടോ? ഉണ്ട്. കാരണം ദൈവം സൃഷ്ടിച്ച മാലാഖമാർ ഭൂമിയിൽ വെച്ച് ഭൂമിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവരാണെന്ന് ഒരിടത്തും പറയുന്നില്ല. മാലാഖമാരിൽ പലരെക്കുറിച്ച് 1-2 പേരുടെ പേരുകൾ മാത്രമേ പ്രസ്താവിച്ചിട്ടുള്ളൂ. ഒന്ന് ഗബ്രിയേൽ എന്ന് പറയുന്ന മാലാഖയെക്കുറിച്ച്, മറ്റൊന്ന് മിഖായേൽ എന്ന് പറയുന്ന മാലാഖയെക്കുറിച്ച്. മിഖായേൽ എന്ന മാലാഖ ഭൂമിയിൽ വെച്ചൊന്നുമല്ല പിശാചുമായിട്ടൊരു യുദ്ധം ചെയ്തതെന്ന് ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് അല്ലെങ്കിൽ ഭൂമിക്ക് അപ്പുറത്തുള്ള ഒരു എക്സ്ട്രാ ടെറസ്ട്രിയൽ സ്പേസിലായിരിക്കണം ആ യുദ്ധം നടന്നിരിക്കുന്നത്. കോടിക്കണക്കിന് മാലാഖമാരുണ്ട്. ബൈബിളിൽ യേശു തന്നെ ഇങ്ങനെ പറഞ്ഞു, ഒരു മനുഷ്യന് വേണ്ടി കാവൽ മാലാഖമാരുണ്ടെന്ന്. കാവൽ മാലാഖമാരുണ്ടെന്ന്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമിയിൽ 600 കോടി ജനമുണ്ടെങ്കിൽ
രണ്ടെണ്ണം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ 600 കോടി ഇൻറ്റു 2 മാലാഖമാരെങ്കിലും മിനിമം ഇവിടെ ഉണ്ടാവും എന്നുള്ള ഉറപ്പല്ലേ? അതുകൊണ്ട് നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത വലിയ ഒരു ആത്മമണ്ഡലം ഉണ്ട് എന്നുള്ളത് സത്യമായ കാര്യമാണ്. അതിങ്ങനെ ഇപ്പോൾ ഈ കണ്ടുപിടിച്ചേക്കണ കാര്യം മാതിരി ഉള്ളതല്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബൈബിളിൽ ദൈവം സൃഷ്ടിച്ച മാലാഖമാരാരും തന്നെ മനുഷ്യൻ്റെ ഉള്ളിൽ കുടികൊള്ളാനായിട്ട് ആഗ്രഹിച്ചതായിട്ടോ അങ്ങനെ അയച്ചതായിട്ടോ കാണുന്നില്ല. അവർ വന്ന് ദൈവം നിയോഗിച്ച മാലാഖമാർ വന്ന് ആശ്വസിപ്പിച്ചിട്ടുണ്ട്, ശക്തിപ്പെടുത്തിയിട്ടുണ്ട്, ഇതൊക്കെ ശരിയാണ്. കൂടെ യുദ്ധം ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്, ഒക്കെ ശരിയാണ്. പക്ഷേ പിശാചിൻ്റെ സൂത്രം അതല്ല. അവന് കുടികൊള്ളാൻ ആഗ്രഹമുണ്ട്. എങ്കിൽ മനുഷ്യനെ കൊണ്ട് തിന്മ പ്രവർത്തിപ്പിക്കാൻ പറ്റുള്ളൂ, കൊടും പാതകങ്ങൾ ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ, കോടിക്കണക്കിന് ജനത്തെ കൊല്ലുവാനും മുടിക്കാനും പറ്റുള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് ഹിറ്റ്ലറിലൊക്കെ ഒരു വളരെ കൊടിയ പിശാചുണ്ടായിരുന്നു എന്നാണ് വിശ്വസിക്കുന്നത്. എങ്ങനെ ആൾക്കാരെ കൊല്ലണമെന്ന് ഗവേഷണം നടത്തിയ ആളാണ് ഹിറ്റ്ലർ. ഞാൻ പറഞ്ഞു വന്നത്, അന്യഗ്രഹ ജീവികളുണ്ടോ? ഉണ്ട്. വാസസ്ഥലമുള്ള സ്ഥലങ്ങളുണ്ടോ? ഉണ്ട്. ഇനി ഭൂമിയിൽ ഇത്തരത്തിലുള്ള ജീവികൾ വസിക്കുന്നുണ്ടോ? ഉണ്ട്. അവർ മനുഷ്യരെ വെറുക്കുന്നുണ്ടോ? ഉണ്ട്. അവർ ഈ ഹൈപ്പോത്തസിസ് എന്ന് പറയുന്നത് വേറൊരർത്ഥത്തിൽ മനുഷ്യൻ മുഴുവൻ ഒരു കൂട്ടിലടച്ചേക്കാണോ? അത് ശരിയാണ്. ബൈബിൾ ഇതിനൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ബൈബിൾ ഒരു കാര്യം പറയുന്നു, നീ ദൈവത്തെ വിശ്വസിച്ചാൽ, നീ ദൈവത്തിന് കീഴ്പ്പെട്ടാൽ, നീ ദൈവത്തിൻ്റെ അധികാരത്തിന് കീഴിലേക്ക് വന്നാൽ നിൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച്, നിൻ്റെ ജീവിതത്തിൻ്റെ ചങ്ങലകളെ പൊട്ടിച്ച്, ബന്ധനങ്ങളെ അഴിച്ച്, നിന്നെ സ്വതന്ത്രമാക്കി നിന്നെ നിത്യതയിലേക്ക് കൊണ്ടുപോകുവാൻ നിശ്ചയമായിട്ടും ദൈവത്തിന് പദ്ധതിയുണ്ട്. അതിനുവേണ്ടിയാണ് കർത്താവായ യേശുക്രിസ്തു ഭൂമിയിലേക്ക് വന്നത്. ആത്മാവാകുന്ന ദൈവം, ദൈവത്തിൻ്റെ വചനമാകുന്ന ദൈവം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി അവതരിച്ചു. അത് വചനം മാംസമായി എന്നാണ് അത് സംഭവിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ്. യേശു ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ലാസറിൻ്റെയും ഒരു ധനികൻ്റെയും ഉപമ പറഞ്ഞപ്പോൾ, ഉപമയല്ല ഒരു സംഭവം പറഞ്ഞു, രണ്ടുപേരും അടുത്ത ദിവസങ്ങളിൽ മരിച്ചു പോയപ്പോൾ അവരെ കൊണ്ടുപോയവരാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എവിടേക്ക് അവർ കൊണ്ടുപോകണത്? ഭൂമിക്ക് തന്നെയാണോ ഭൂമിക്ക് പുറത്താണോ എനിക്കറിയില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഒരു റെസ്റ്റിംഗ് പ്ലേസിലേക്ക് കൊണ്ടുപോകാനായിട്ട് ദൈവം നിയോഗിച്ചിരിക്കുന്നത് മാലാഖമാരെയാണ്. എന്ന് പറഞ്ഞാൽ ഏലിയൻസിനെയാണ്. ഞാനിങ്ങനെ പറയാം, ഹോളി ഏലിയൻസ്, ഹോളി ഏഞ്ചൽസ്. ഞാൻ പറയാം, കർത്താവിൻ്റെ ഭക്തന്മാരായിരിക്കുന്നവരെ അവരെ കൊണ്ടുപോകണം, ഒരു സംശയമില്ല. ഇനി അല്ലാത്തവരെയും ഏഞ്ചൽസ് തന്നെ കൊണ്ടുപോകുക. അത് നിയോഗിക്കപ്പെടുന്ന ഏഞ്ചൽസ് ഉണ്ട്, അവരെ കൊണ്ടുപോകുക. അപ്പോൾ ദൈവത്തിൻ്റെ സൃഷ്ടികളെക്കുറിച്ച് ആത്മീയ പുസ്തകമായി ബൈബിളിൽ കൃത്യതയോടെ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു വരണം. ഏലിയൻസിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, മാലാഖമാർ എന്ന പേരിലാണ് പറഞ്ഞേക്കുന്നത്, അല്ലെങ്കിൽ ഈവിൾ സ്പിരിറ്റ് എന്നുള്ള പേരിലാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ വാസസ്ഥലം ഭൂമിയല്ല, ദൈവം മനുഷ്യരുടെ ഉള്ളിൽ വാസസ്ഥലത്തിന് ആഗ്രഹിക്കുന്നുണ്ട്. മനുഷ്യനെ ദൈവം എങ്ങോട്ട് കൊണ്ടുപോകും? തന്നെ വിശ്വസിക്കുന്നവർ അങ്ങോട്ട് കൊണ്ടുപോകും. അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകുന്നവർക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൂതന്മാർ സഹായികളായിട്ടുണ്ട് എന്നാണ് വചനം പറയുന്നത്. മാത്രമല്ല, കർത്താവ് തൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടി അധികാരപൂർണമായിട്ട് വരുമ്പോൾ യേശുക്രിസ്തുവിൽ മരിച്ചവരും യേശുക്രിസ്തുവിൽ ജീവനോടുകൂടി ഇരിക്കുന്നവരും യേശുക്രിസ്തുവിനെ എതിരേൽക്കുവാൻ ഇറങ്ങി പുറപ്പെടും. ഏലിയൻസിനെ പേടിച്ചൊന്നും നമുക്ക് നടക്കേണ്ട കാര്യമില്ല. നമ്മുടെ നഗ്നനേത്രങ്ങളൊന്ന് തുറന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാണുമെന്നുള്ളത് ദൈവജനമായി ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പ്രവാചകനൊരു ശിഷ്യനുണ്ടായിരുന്നു. ശിഷ്യൻ പറഞ്ഞു, അവിടെ ഭയങ്കര യുദ്ധമാണ്, ഭയങ്കര പ്രശ്നമാണ്, നമ്മളെ കൊല്ലുന്ന തോന്നണത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ പ്രവാചകനൊരു കൂസലുമില്ല. അപ്പോൾ
വീണ്ടും വന്ന് ഇവൻ കരഞ്ഞു പറയാതെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മളിവിടെ ഓടി രക്ഷപ്പെടണം, അല്ലെങ്കിൽ എന്തെങ്കിലും എന്തൊക്കെ അവൻ പറഞ്ഞു എന്ന് എനിക്കറിഞ്ഞുകൂടാ. ഈ പ്രവാചകൻ എന്ത് ചെയ്യുന്നറിയാമോ? ദൈവമനുഷ്യൻ ആണ് ഇയാളുടെ കണ്ണൊന്ന് തുറക്കാൻ പ്രാർത്ഥിച്ചു. കണ്ണ് തുറന്ന വഴി ഈ പ്രവാചക ശിഷ്യൻ കണ്ടത് അവിടെ എഴുതിയിട്ടുണ്ട്, ആഗ്നേയ രഥങ്ങളും ആഗ്നേയ അശ്വങ്ങളും ഉള്ള ഒരു വലിയ സ്വർഗീയമായിരിക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡിൽ നിൽക്കുന്ന ഒരു ആർമിയെ കണ്ടത്. ഹല്ലേലൂയ. അപ്പോൾ ദൂതന്മാരുടെ പ്രത്യേകത, അതുപോലെ തന്നെ ഒരിക്കൽ യുദ്ധം നടത്താനായിട്ട് യുദ്ധത്തിന് വേണ്ടി നിന്ന് കഴിഞ്ഞപ്പോൾ തങ്ങളെക്കാൾ ഇരട്ടി ശക്തരായ മനുഷ്യരാണ് യുദ്ധം ചെയ്യാൻ വന്നിരിക്കുന്നത്. രാജാവ് പ്രാർത്ഥിച്ചപ്പോൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് രാജാവ് എന്ത് ചെയ്യുന്നറിയാമോ? ഈ വാദ്യോപകരണ ഇൻസ്ട്രുമെൻസ് ഒക്കെ ആയിട്ട് പാട്ട് പാടുന്നവരെ യുദ്ധത്തിൻ്റെ ഫ്രണ്ടിൽ നിർത്തി. ആരെങ്കിലും നിർത്തും? വലിയ മിസൈലോ മറ്റോ സാധനമൊക്കെ ഉള്ളവരല്ലേ ഫ്രണ്ടിൽ നിൽക്കുക, വലിയ യന്ത്രത്തൊക്കെ ഉള്ളവരല്ലേ ഫ്രണ്ടിൽ നിർത്തുക. ഈ പാട്ട് പാടുന്ന ഈ ഇൻസ്ട്രുമെൻസും ഒക്കെ കൊണ്ട് ഫ്രണ്ടിൽ നിർത്തി. അദ്ദേഹത്തിന് തോന്നി യുദ്ധം ചെയ്യാൻ പോകുന്നത് ഞങ്ങളല്ല, ദൈവമാണ് യുദ്ധം ചെയ്യാൻ പോകുന്നത്. ചിലപ്പോൾ ഒരുപക്ഷെ ഉറപ്പ് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുന്ന ഒരു മ്യൂസിക് മാത്രം ഇട്ട് കൊടുത്താൽ മതി, ബാക്കി കാര്യം കർത്താവ് ചെയ്യും. അവിടെ എഴുതിയിരിക്കുന്ന പതിയിരിപ്പുകാരെ വെച്ച് പരാജയപ്പെടുത്തിയെന്നാണ്. അപ്പം ഞാൻ എപ്പോഴും ഒരു ഹൈഡിങ് പ്ലേസിൽ നിന്ന് ഗറില്ല യുദ്ധമായിരിക്കുമോ? അല്ല, അൺസീൻ ആർമീസ്, കാണാൻ കഴിയാത്ത ആർമീസ് വന്ന് എതിരാളികളെ നിലമരിശാക്കി കളഞ്ഞു. അപ്പോൾ എക്സ്ട്രാ ടെറസ്ട്രിയൽസ്, ഏലിയൻസ് എന്നൊക്കെ ശാസ്ത്രം വിളിക്കുന്ന കാറ്റഗറിയിലുള്ള ജീവികളെക്കുറിച്ചും ഒക്കെയും ദൈവവചനമായി ബൈബിളിൽ പരാമർശമുണ്ട്. അത് ഞങ്ങൾ കണ്ടെത്തി, അതുകൊണ്ട് ഞങ്ങൾ പുതിയ എന്തോ കണ്ടെത്തി എന്നൊന്നും പറഞ്ഞൊരു കാര്യമില്ല. ദൈവവചനമായി ബൈബിൾ എഴുതി തീർന്നിട്ട് 2000 വർഷത്തിന് മേലെ. ആ പുസ്തകത്തിൽ എഴുതിയ കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, വചനത്തിലേക്കും ദൈവത്തെങ്കിലേക്കും ദൈവാരാധനയിലേക്കും തിരിച്ചു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുക. ഒരു ഏലിയനെയും ഒരു അന്യഗ്രഹ ജീവിയെയും നീ പേടിക്കണ്ട. അവൻ്റെ സഞ്ചാരത്തെയോ അവൻ്റെ സ്പീഡിനെയോ അവൻ്റെ വാഹനങ്ങളെയോ നീ പേടിക്കണ്ട. അവൻ്റെ ശക്തിയെയോ അവൻ്റെ സൗണ്ടിനെയോ നീ പേടിക്കണ്ട. നീ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവത്തിൻ്റെ സുപ്രീമസിയിൽ വിശ്വസിച്ച് ദൈവത്തിന് വേണ്ടി ഹൃദയം കൊടുക്കുമെങ്കിൽ ദൈവം നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത് നിൻ്റെ ഉള്ളിൽ ഒരു കണക്ടിവിറ്റി തരുന്ന, അല്ലെങ്കിൽ നിൻ്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുന്ന, നിന്നെ ഗൈഡ് ചെയ്യുന്ന ഒരു നല്ല ഇടയനായിട്ട് ദൈവം നിന്നെക്കുറിച്ച് നിൻ്റെ ഉള്ളിൽ വസിക്കാൻ ആഗ്രഹിക്കുക. അതിലേക്ക് കടന്നു വരുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. അതുകൊണ്ട് ദൈവവചനമായ ബൈബിളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടാൻ മറക്കരുത്. ഇതൊരു ആത്മീയ പ്രഭാഷണമായിരിക്കെ തന്നെ അതിൻ്റെ ആഴങ്ങൾ ഭൗതികമായ കണ്ടുപിടുത്തങ്ങളിലേക്ക് കടന്നു പോകുന്നത് സൃഷ്ടാവായി ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അതുല്യതയെ വെളിപ്പെടുത്തുന്നതുകൊണ്ടാണ്. അതുകൊണ്ട് ദൈവത്തെങ്കിലും കടന്നു ഒരു ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.